ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്ന ഒരു സ്പെഷ്യൽ ഓർഡറാണ് കേട്ടോ. ഇത് സ്പെഷ്യൽ എന്ന് പറയാൻ ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് വേറെ സ്നാക്കും കൂടി കാണിക്കുന്നുണ്ട്. എൻ്റെ ഒരു ദിവസത്തെ ഓർഡറാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരു നല്ല ടേസ്റ്റുള്ള എന്നാലും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള റോളാണ് കേട്ടോ. പുറമേക്ക് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റുള്ള ഒരു റോളാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് എൻ്റെ സ്ക്രീനിൽ ഞാനത് ഇടാം കേട്ടോ. കാണാത്തവരുണ്ട്, കണ്ടു നോക്കിയോളൂ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾക്കിന്ന് കുറച്ച് ഇറച്ചിപ്പത്തിരിയും പിന്നെ കൽമാസ് അങ്ങനെ കുറച്ച് സ്നാക്കെല്ലാം ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കുറച്ച് മസാലയൊക്കെ തലേദിവസമൊക്കെ ഉണ്ടാക്കി വെക്കും. പിന്നെ തലേദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലും വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമ്മൾ കൂടുതൽ ഓർഡർ കിട്ടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതെടുത്തിട്ട് ഫ്രൈ ചെയ്യാനും പറ്റും. ആ ഒരു രീതിയിൽ ചില ആൾക്കാർക്ക് ഫ്രീസറിലുള്ള ഐറ്റംസ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൽ കണ്ടിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ വളരെ സന്തോഷം, ഭയങ്കര ഹാപ്പിയായി. പിന്നെ ചില ആൾക്കാർ ഈ ഒരു ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൾഫിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ട്രൈ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, അവർക്കും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഗൾഫിൽ തന്നെ പോകണമെന്നില്ല കേട്ടോ, നാട്ടിലും നമുക്ക് ഈ ഒരു ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ സ്നാക്കിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് ഇട്ടാൽ മതി. ഫോളോ ചെയ്തിട്ട് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് എത്രമാത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് എൻ്റെ ഫോളോവേഴ്സിനോട് ചോദിച്ചാൽ മതി. അവർ അത് അത്രക്കും ക്ലിയർ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. സെയിം ഐഡിയ ആണ് കേട്ടോ, ഹനാസ് കിച്ചൺ തന്നെ. ഈ ഒരു ഇറച്ചിപ്പത്തിരി ഉണ്ടല്ലോ, ഞാൻ 3 ടൈപ്പോളം ഇറച്ചിപ്പത്തിരി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഷേപ്പിലും മാറ്റം, മസാലയിലും മാറ്റമുണ്ട്, പിന്നെ അത് ഫ്രൈ ചെയ്യുന്ന രീതിയിലും മാറ്റമുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഇറച്ചിപ്പത്തിരിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, കേക്കിൻ്റെ ഓർഡറാണ്. അപ്പോൾ അതിൽ കുറച്ച് ഡിമാൻഡൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് നട്ട്സ് പാടില്ല, ചോക്ലേറ്റ് പാടില്ല, പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് എന്താണെന്നുള്ളത് വിട്ടുപോയി. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ എങ്ങനെ നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കുക? കേക്ക് ഉണ്ടാക്കിയാൽ തന്നെ അതെങ്ങനെ ടേസ്റ്റ്, നമ്മൾ നട്ട്സും ചോക്ലേറ്റും എല്ലാം ഇടുമ്പോഴല്ല അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതില്ലാത്തൊരു കേക്ക് എങ്ങനെ? പിന്നെ നമ്മൾ ട്രിച്ച്ലെറ്റ്സ് ഉണ്ടല്ലോ, അത് ഉണ്ടെന്ന് തോന്നുന്നു, വേറെ ഒന്നും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ട് നോക്കുന്നവർക്കായിട്ട് നമ്മൾക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി മസാല ഉണ്ടാക്കുന്നത്, അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുക, 2 ടേബിൾ സ്പൂണോളം തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ പാത്രം നിറയെ ഉണ്ടാക്കാൻ പറ്റും, കുറച്ച് സാധനം മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ബോണോട് കൂടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ബോൺലെസ് ആണെങ്കിൽ ഒന്നുകൂടെ ഈസി ആവും. അപ്പോൾ അതുകൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഓയിലിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് ഇതിലേക്കായിട്ട് ഒരു മസാലയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഒരുപാട് ഫ്രൈ ആവണമെന്നില്ല, നല്ലോണം കളർ മാറണമെന്നില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ചിക്കന്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിതൊരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തു. 2 വലിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, നല്ല പൊടിയായി കട്ട് ചെയ്ത സവാള അതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു ടിപ്സാണ്. നമ്മൾ സ്നാക്ക് ടേസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് കറക്റ്റ് പാകത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കാം. പിന്നെ എരിവ് കറക്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന മസാല, ഗരം മസാല, അത് വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്ത ഗരം മസാല ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്നാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതും കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിൽ കളയാതെ അതിൻ്റെ ആ ഒരു ഓയിലും മസാലയും ഈ ഒരു സവാളയിലും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം ബ്രൗൺ കളർ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി ഇളക്കിയ ശേഷം അതിലോട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തു.
അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും സ്നാക്ക് ഉറപ്പാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ബോൺ ഉണ്ടെങ്കിലാണ് കേട്ടോ ടേസ്റ്റ്. വെറും ചിക്കൻ പീസ് ബ്രസ്റ്റ് പീസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു രുചി കുറച്ച് ഉണ്ടാവും, കുറച്ച് കുറവുണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ബോണോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളിത് പെരിഞ്ജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ അളവ് എത്രയെന്നുള്ളത് ഞാൻ ഇതിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബിഗിനേഴ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ ഒരു സ്നാക്ക് വിറ്റ് ഈ ഫീൽഡിൽ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നത്. അവർക്കെല്ലാം നല്ല യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും ക്ലിയർ ആക്കിയിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അളവും കാര്യമൊക്കെ ഞാൻ ഇതിൽ സ്ക്രീനിലെല്ലാം ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതിയാവും. അപ്പോൾ ചിക്കനും നമ്മൾ പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. ഇനി ഞാൻ ഇതിലോട്ട് ഇതാ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോഴാണ് കേട്ടോ ഇതിന് നല്ലൊരു ഫ്ലേവർ, നല്ല ടേസ്റ്റാണ് വരുന്നത്. ഈ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ദിൽ ലീഫാണ് കേട്ടോ ഇത്. നല്ലൊരു തിന്നായിട്ടുള്ള നല്ല നീളമുള്ള ഒരു ഇലയാണ്. ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചേർക്കണം. ഇതാണ് കേട്ടോ അത് സംഭവം. ഇതാണ് കാറ്റാടി മരം പോലത്തെ ആ ഒരു സംഭവമില്ലേ, അതിൻ്റെ ലീഫ് പോലെ ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റിലെല്ലാം ഇപ്പോൾ എല്ലാ ലീഫും കിട്ടാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതൊന്ന് ചേർക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. പിന്നെ ഞാനിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഈ 2 ലീഫും കൂടിയിട്ട് ആണ് ഞാനിതിലേക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റേത് ലീഫ് കിട്ടുന്നില്ലെങ്കിൽ മല്ലിയില മാത്രമായിട്ട് യൂസ് ചെയ്യാം, പക്ഷേ അത് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതാ നല്ല മിക്സ് ആക്കിയിട്ട് നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇത് നമുക്ക് തലേദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. നമുക്ക് ഈ ഒരു മസാല 2-3 ദിവസം വരെ നമുക്ക് ഇടകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പത്തിരി പൊടിയെല്ലാം ഉണ്ടാക്കുന്ന സെയിം അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിലെല്ലാം ചുടുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അതുപോലെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ചെറിയ ബോൾസാക്കി മാറ്റി വെക്കാം. ഇനി നമ്മളിത് പരത്തിയെടുക്കുന്നത് നല്ലോണം തിന്നാക്കി പരത്താൻ പാടില്ല, ചെറുതായിട്ടൊരു കട്ടി രീതിയിലാട്ടോ പരത്തുന്നത്. നല്ല പത്തിരി പോലെ അത്രയും എളുപ്പമാക്കാൻ പാടില്ല കേട്ടോ, കുറച്ച് തടി വേണം. അപ്പോൾ അതാ നമ്മൾ ഇതിലോട്ട് ഇനി മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം മസാലയും ചേർത്തിട്ട് സൈഡെല്ലാം ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതുപോലെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ പൊട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നല്ല ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് ഇതാക്കിയെടുക്കാം. ഇനി നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അലൂമിനിയം ഫോയിലാണ് കേട്ടോ ഞാൻ യൂസ് ആക്കിയത്. അപ്പോൾ അലൂമിനിയം ഫോയിലും കൂടി ഒന്ന് ചുറ്റിയതിന് ശേഷമാണ് നമ്മൾ വേവിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ടെങ്കിൽ അത് ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും, പിന്നെ നമുക്ക് കൊടുക്കാനും നല്ല ഈസിയാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മസാല കൊണ്ട് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. എനിക്കൊരു 25 പീസോളം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സ്നാക്കെല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത്. സ്റ്റീം ചെയ്തിട്ട് വേവിക്കുന്നതുകൊണ്ട് തന്നെ ആർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ അതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളക്കുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ. വെള്ളം തിളക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ സ്നാക്കെല്ലാം വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം വെള്ളം തിളച്ച സമയത്ത് വേണം നമ്മൾ ഈ സ്നാക്കിൻ്റെ ഈ പീസസൊക്കെ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ. അതാണ് ഇതിൻ്റെ മെത്തേഡ്. അല്ലെങ്കിൽ നമ്മൾ ആവിയിൽ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് പെട്ടെന്ന് പൊട്ടും. ചില സ്നാക്ക് എല്ലാം പൊട്ടണമെന്നില്ല, ചിലത് പൊട്ടിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാനൊക്കെ ഈസി ആയിരിക്കും. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്, മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഓയിലൊന്നല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് നോക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഡിപ്പായിട്ട് നമ്മൾക്ക് പിസ്സ സോസൊക്കെ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അടിപൊളി എന്ന് വെച്ചാൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.